ഹായ്. ഫ്രാഗ്രന്റ് നാച്ചുറൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ആനന്ദ് സജീവ് പ്രൊഡ്യൂസ് ചെയ്ത് പുതുമുഖ സംവിധായകനായ സംജാത് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഗോളം. വിനായക് ശശികുമാറാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എബി സാൽവിനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദിലീഷ് പോത്തൻ, ചിന്നു ചാന്ദിനി, അലൻ സിയർ, സുധി കോഴിക്കോട്, സണ്ണി വെയിൻ, സിദ്ദിഖ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രമായി എത്തുന്ന ഒരു സിനിമയാണ്. പട്ടാപ്പകൽ ഒരു ടെക്കി ഓഫീസിൽ നടക്കുന്ന ഒരു മരണം. ഈ മരണത്തെ ആസ്പദമാക്കിയാണ് മുഴുവൻ സിനിമയും പോകുന്നുള്ളത്. ഇത് സ്വാഭാവിക മരണമാണോ, ഒരു കൊലപാതകമാണോ? സ്വാഭാവിക മരണമാണെന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കെ അല്ല, ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന നമ്മുടെ മൈക്കിലും ഖൽബിലും ഒക്കെ കണ്ടിട്ടുള്ള രഞ്ജിത്ത് സജീവാണ് ഇതിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത്. അപ്പോൾ രഞ്ജിത്തിനൊരു സംശയം തോന്നുന്നു. സന്ദീപ് കൃഷ്ണ അങ്ങനെയാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം പുള്ളിക്കൊരു സംശയം തോന്നുന്നു, ഇത് കൊലപാതകമാണോ എന്ന്. അപ്പോൾ പുള്ളിയുടെ കുറേ സംശയങ്ങളും പുള്ളി പുറത്തുനിന്ന് ഡൽഹിയിൽ നിന്നൊക്കെ പഠിച്ചെത്തി വരുന്ന ഒരു പുതിയ പോലീസ് ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഈ കുറ്റകൃത്യത്തെ അല്ലെങ്കിൽ ഈ കൊലപാതകമാണോ, ഈ മരണമാണോ, ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അങ്ങനെ പറയുന്ന ഒരു സിനിമയാണ്. ഒരു 3 പാട്ട് എങ്ങാനേ ഉള്ളൂ. വലിയ ഹൈപ്പുള്ള പാട്ടുകളോ വലിയ ശ്രദ്ധിക്കാവുന്ന പാട്ടുകളോ ഇല്ല. ഒരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം പോലെയുള്ള ഒരു ജോണറിൽ വരുന്ന സിനിമയ്ക്ക് വേണ്ട പാട്ടുകൾ, അതും അടിച്ചുപൊളി പാട്ടുകളൊന്നും അല്ല. ആദ്യം തന്നെ ഒരു ടെക്കി ഓഫീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഇതിൽ കാണിക്കുന്ന കുറേ സീൻസ് ഉണ്ട്. ഈ സീനുകളൊക്കെ പിന്നീട് വരുമ്പം ഇതെന്തിനാണ് കാണിച്ചത്, എല്ലാ സീനിനും അതിൻ്റെ കൃത്യമായ വാല്യൂ ഉണ്ടെന്ന് കാണിച്ചു തരുന്ന തരത്തിലുള്ള സീനുകളാണ്. നമ്മൾ നോർമലി കാണുന്ന ഒരു പ്രൊഫഷണൽ ഓഫീസിൽ കാണുന്ന പഞ്ച് ചെയ്ത് കയറുക, ലാപ്പ് ഓൺ ചെയ്യുക, അവിടെ ചെയ്യുന്ന വർക്കുകൾ, ഇതൊക്കെ വളരെ നോർമലായി കാണിച്ചു കൊണ്ടുപോകുന്നു. പിന്നീട് ദിലീഷ് പോത്തനാണ് ഇതിലൊരു ഇവരുടെയൊക്കെ ടെക്കി ഓഫീസിൻ്റെ ഉടമ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതിൻ്റെ ഒരു സസ്പെൻസ് ഞാൻ പൊളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ചിത്രം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുകയാണെങ്കിൽ മ്യൂസിക് അങ്ങനെ പോകുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ഈ സസ്പെൻസ് കൊണ്ട് നിറച്ചിട്ട് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കുറേ സിനിമകൾ, പഴയ സിനിമകളിലായാലും പഴയ ഒരു സസ്പെൻസിനെ നമ്മൾ പിടിച്ചെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് ചെയ്തിട്ടുള്ള എബി സാൽവനാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സെയിം ടൈപ്പ് ഓഫ് മ്യൂസിക് തന്നെയാണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇതിന് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ 2 പാട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആങ്സൈറ്റി നമുക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള. ഫസ്റ്റ് ഹാഫ് അതിഭീകരമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഇതൊരു നറേഷൻ ടൈപ്പിലാണ് വരുന്നത്. ഈ ഫസ്റ്റ് ഹാഫിൻ്റെ എല്ലാത്തിൻ്റെയും നറേറ്റീവാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. നമുക്ക് ഒരു തരത്തിലും പിടികിട്ടാത്തൊരു മരണമാണ്. ഇതെങ്ങനെയാണ് മരിക്കുന്നത്, എന്തുകൊണ്ടാണ്? വളരെ നോർമലായിട്ട് പോകുന്ന ഒരു ഓഫീസ്, ഫുൾ ക്യാമറകളാണ്. എങ്ങനെയാണ് ഈ മരണം, അത് കൊലപാതകമാണോ എന്നൊക്കെ നമ്മളെയൊക്കെ സംശയിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാവുന്ന. പിന്നെ സന്ദീപിന് എന്തുകൊണ്ടാണ് ഇത്, അല്ലെങ്കിൽ ACPക്ക് എന്തിനാണ് ഇതൊരു കൊലപാതകമായി ഫീൽ ചെയ്തത്, ഇതൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ഒരു ഫസ്റ്റ് ഹാഫും അതിനെ നറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കാണിച്ച ഓരോ സീൻസിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്ന് കാണിച്ചു തരുന്ന സെക്കൻഡ് ഹാഫ് ഉള്ളൊരു സിനിമ. ഒരു കുഞ്ഞു സിനിമയാണ്. വലിയ പ്രേക്ഷകരുടെ ഉന്തിത്തള്ളോ ഇടിച്ചുതള്ളോ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള എല്ലാവർക്കും, കുടുംബ പ്രേക്ഷകർക്കടക്കം വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, സസ്പെൻസ് കാണുന്നില്ല. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ സിനിമ കാണണം. ഞാൻ എല്ലാവർക്കും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന, എല്ലാവരും തിയേറ്ററിൽ പോയി ഇരുന്ന് കാണണം എന്ന് തന്നെ പറയുന്ന ഒരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.